അലൈക്കും വറഹ്മത്തുള്ള. മൂന്നാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ലിസാനുൽ ഖുർആനിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പരീക്ഷ വളരെ സിമ്പിളായിട്ടാണ് എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും അറിയിക്കുക. പിന്നെ പൊതുവിൽ മൊത്തത്തിൽ അരക്കൊല്ല പരീക്ഷ മൊത്തത്തിൽ എല്ലാ വിഷയങ്ങളും സിമ്പിളായിട്ടാണ് തോന്നുന്നത്. കാരണം കൊല്ലപരീക്ഷയ്ക്ക് കുറച്ച് കടുപ്പത്തിലാക്കാനാണോ സംശയമുണ്ട്. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ പോലും വരാത്ത വളരെ സിമ്പിളായ ഒരു പരീക്ഷയായിരുന്നു. ഒന്നാമത്തെ ചോദ്യം നസ്ലു ബിൽ മുനാസിബാണ്, യോജിച്ച് ചേർക്കാനാണ്, മാച്ച് ദ ഫോളോയിങ് ആണ്. 8. അപ്പോൾ 8ൻ്റെ അറബിയാണ് എഴുതേണ്ടത്. എന്താണ്? സമാനിയ, അതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത് 15ൻ്റെ അറബി ഹംസത്ത് അഷറ. അടുത്ത് 20ൻ്റെ അറബി ഇഷ്റൂന. അടുത്ത 13ൻ്റെ അറബി സലാസത്ത് അഷറ. 14ൻ്റെ അറബി അർബാത്ത് അഷറ. ഇനി ചില കുട്ടികൾ എന്ത് ചെയ്യും, ഹംസത്ത് അഷറിൻ്റെ 15, ഈ 15 ഇങ്ങോട്ട് അക്കം ഇങ്ങോട്ട് എടുത്ത് എഴുതും. അത് കുട്ടികൾക്ക് അറിയാതെ എഴുതി പോകുന്നതാണ്, ഒരു പക്ഷെ മാർക്ക് കിട്ടും. ശരിക്കും എഴുതേണ്ടത് എന്താണ്? ഈ 8ൻ്റെ അറബി സമാനിയത്ത് ഇങ്ങോട്ട് എഴുതാൻ വേണ്ടിയത്. ചില കുട്ടികൾ തിരിച്ച് ചെയ്യാറുണ്ട്, അതിന് ഉസ്താദുമാർ കനിഞ്ഞേകി മാർക്ക് ലഭിക്കുമായിരിക്കും. അടുത്ത നക്തുബുൽ ജംഅ ഇതാനാണ്. ഉളുവിൻ്റെ ജംഅ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജംഅ് അഥവാ ബഹുവചനം, കുറേ എണ്ണത്തിന് എന്താ പറയുക എന്നുള്ളത്. അത് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഉളുവ് എന്തായാലും വന്നു അല്ലേ? ഉളുവ് എന്താ ജംഅ്? അഅ്ളാ. ഉളുവിൻ്റെ ജംഅ് അഅ്ളാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജംഅകൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കാൻ കഴിയില്ല. അത് അതുപോലെ കാണാതെ പഠിക്കുകയേ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി മറ്റുള്ള ജംഅകൾ ഒരുപാട്, ജംഅൻ്റെ ചോദ്യം ഏകദേശം 12 മാർക്കിന് വന്നു. ജംഅൻ്റെ ചോദ്യം അപ്പം എല്ലാവരും വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ് ഈ ജംഅൻ്റെത് കാണാതെ പഠിക്കുക എന്നുള്ളത്. ഈ അടുത്ത ത്വാലിബിൻ്റെ ജം എന്താണ്? തുല്ലാബ്. ഇങ്ങനെ തന്നെ എഴുതണം, തുല്ലാബ്. അടുത്തത് വറക്കിൻ്റെ ജം എന്താണ്? വറക്കിൻ്റെ ജം ഔറാഖ്. കണ്ടോ? ഔറാഖ്. ഈ കാഫന കേട്ടോ. അടുത്തത് സൂറത്ത് എന്ത് ജം? സുവർ. പിന്നെ അനൻ്റെ ജം എന്താ? നഹ്നു. പിന്നെ അടുത്ത് ലൗൻ്റെ ജം എന്താണ്? അൽവാന്. എവിടെ? എന്താ? അൽവാന്. കണ്ടോ? ഇങ്ങനെ തന്നെ എഴുതണം. അടുത്ത ഐന മദ്രസത്തുക്കി. മസ്മുക്കി ഇസ്മി സഫ്വാൻ. ഐന മദ്രസ. അപ്പോൾ ഇതുപോലെ പൂരിപ്പിക്കാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചോദ്യം പൂരിപ്പിക്കാൻ വന്നതാണ്. കണ്ടോ? ഐന മദ്രസത്തുക്കി. അപ്പം എന്താ എഴുതണ്ട്? മദ്രസത്തീ ഫിൽ മദീന. എൻ്റെ മദ്രസ ടൗണിലാണ്. അടുത്ത ചോദ്യം എന്താ? കൈഫ ഹാലുക്കി. അപ്പം എന്താ എഴുതണ്ട്? അൽഹംദുലില്ലാ അന ബിഖൈർ. ഇത് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇനി സൈൻ അൽഹംദുലില്ലാ എന്ന് എഴുതിയാൽ കുറച്ചൊക്കെ മാർക്ക് വരും. പക്ഷേ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് പറഞ്ഞു അത് എഴുതാനാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് എഴുതണം. അതേപോലെ അൽ ഹൽ ഇന്ദക ദർറാജത്തുൻ. അപ്പോൾ ഇവിടെ ഒരു കുട്ടി നാം ഇന്ദി ദർറാജത്തുൻ എഴുതിയാൽ മാർക്ക് ലഭിക്കും, പക്ഷേ ഫുൾ മാർക്ക് ലഭിക്കാൻ വകുപ്പുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ലാ ലൈസ ഇന്ദി ദർറാജ എന്നാണ്. അപ്പോൾ അത് തന്നെ എഴുതണം, ടെക്സ്റ്റ് ബുക്കിലുള്ള ഉത്തരം എഴുതണം. അപ്പോഴേ എൻ്റെ കറക്റ്റ് ഉത്തരമാവുകയുള്ളൂ. ലാ ലൈസ ഇന്ദി ദർറാജ. ഹൽ ഇന്ദക ദർറാജത്തുൻ എന്താണ് ഉത്തരം? ലാ ലൈസ ഇന്ദി ദർറാജ. ഇനി അടുത്ത ചോദ്യം യൗമുൽ അഹദ് ഉണ്ടോ? അപ്പോൾ അത് ആ ദിവസങ്ങളെ പേര് അതുപോലെ പരീക്ഷയ്ക്ക് വന്നു അല്ലേ? യൗമുൽ ഇസ്നൈൻ. ഇത് എല്ലാ കുട്ടികൾക്കും ചെല്ലാൻ കിട്ടും, പക്ഷേ എഴുതുന്നിടത്തായിരിക്കും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. യൗമുൽ ഇസ്നൈൻ ഇങ്ങനെ എഴുതുക. യൗമുൽ സുലസാ. ഇവിടെ സലാസ എന്ന് എഴുതിയാൽ കറക്റ്റ് ആവില്ല. യൗമുൽ സുലസാ എന്ന് എഴുതണം. യൗമുൽ അർബിആ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ. യൗമുൽ സബ്ത് ചോദ്യത്തിലുണ്ട് അല്ലേ? യൗമുൽ സബ്ത് ചോദ്യത്തിലുണ്ട്. അടുത്ത നക്തുബുൽ ലിദ്ദ കമാഫിൽ മിസാൽ. ഓപ്പോസിറ്റ് എഴുതാണ്. ഇതെല്ലാ കുട്ടികളും ശരിയാക്കിയിട്ടുണ്ടാവും. അമാമ് വറാ, ഫൗക്ക് തഹ്ത്ത്, യമീന് ഷിമാല്. അക്ഷരത്തെറ്റൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. വളരെ സിമ്പിളായൊരു ചോദ്യമല്ലേ? എല്ലാവരും ശരിയാക്കിയിട്ടില്ലേ? ഇതാ ഫൗക്ക് തഹ്ത്ത്, ഷിമാല്, യമീന്. പിന്നെ അടുത്തത് യാ ഫാത്തിമ ഡാഷ് നാജിഹത്തുൻ. ഇത് വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. അതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞിരുന്നു. ആ ട്രിക്ക് അറിയുന്നവർക്ക് വളരെ എളുപ്പമാണ്. ഇവിടെ ഫാത്തിമയാണ് ഫാത്തിമ വന്ന പെണ്ണാണെങ്കിൽ അന്തി. അപ്പം അന്തി നാജിഹത്തുൻ. അടുത്ത് യാ അബ്നാ ലാഇബൂന. ഇവിടെ എന്താണ്? കുറേ ആളുകളുണ്ട്. അബ്നാ ലാഇബൂന, കുറേ ആളുകളുടെ അടയാളമാണ് ഈ വാവും നൂനും. അപ്പോൾ കുറേ ആളുകളിലേക്ക് എന്താ പറയുക? അന്തും എന്നാ പറയുക. അന്തി അല്ല, അന്തും.
അടുത്ത് ബാസിമുൻ നിലൽ ബൈത്തി ഡാഷ് ബാസിമുൽ ബൈത്തി. അപ്പോൾ ബാസിമ് ആൺകുട്ടിയാണ്. അപ്പോൾ ആൺകുട്ടിക്ക് എന്താ പറയുക? യർജിഉ ബാസിമുൻ നിൽ ബൈത്തി. ആണാണെങ്കിൽ യാവും പെണ്ണാണെങ്കിൽ താവുമാണ്. അടുത്ത അൽ ബിന്തു മിനൽ ഹൗദ് ബിന്ത് പെൺകുട്ടിയാണ്. അപ്പോൾ യതവല്ലവും തത്തവല്ലവും ഉണ്ട്. ഏതാ ശരി? തത്തവല്ലവും ആണ് ശരി. അടുത്ത് ഐനൽ ഹക്കീബത്തു അൽ ഹക്കീബത്തു അല ത്വാവിലത്തി. അപ്പോൾ ഇതുപോലെ ചോദ്യം ഉണ്ടാക്കാനാണ്. ദാലിക ദീക്കുൻ. അപ്പോൾ ഇവിടെ എന്താ വരുന്നുണ്ട്? മാ ദാലിക. അത് ശരിക്കും 2ാം ക്ലാസ് പഠിച്ചതാണ്, പക്ഷെ 3ാം ക്ലാസ്സിലുണ്ടത്. ചില കുട്ടികൾക്ക് സംശയമുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, അത് ഏത് ക്ലാസ്സിലാണ് എന്നൊരു സംശയമുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3ാം ക്ലാസ്സിലുണ്ട് അത്. നോക്കൂ, കണ്ടോ? ദാലിക ദീക്കുൻ മാ ദാലിക. കണ്ടോ? അപ്പോൾ ഇതാണ് അൽഹംദുലില്ലാ ഇന്നത്തെ ലിസാനുൽ ഖുർആന്റെ ചോദ്യപേപ്പർ. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ അറിയിക്കുക. അസ്സലാമു അലൈക്കും.